അപ്പൊ ഇപ്പോൾ വട്ടിയൂർക്കാവില് കെ മുരളീധരൻ വിജയിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വിജയിച്ചു. വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ. വി കെ പ്രശാന്തും അതുപോലെ തന്നെ അവിടെ ഒരാളോടുണ്ട് NDA സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ആർ ശ്രീലേഖ IPS. പക്ഷേ കാര്യമായുള്ള ലീഡിലേക്കൊന്നും വന്നിരുന്നില്ല ആദ്യം മുതൽ തന്നെ. എന്തായാലും ഇവർ രണ്ടുപേരും വരുന്നു, LDF-ഉം UDF-ഉം വരുന്നതോടെ വലിയ മത്സരം വി കെ പ്രശാന്ത് പരാജയത്തിന്റെ കൈപ്പിന്നീര് അറിയുന്നു. കെ മുരളീധരൻ നിയമസഭയിലേക്ക് കടക്കുന്നു. മാത്രമല്ല അവിടെയും ഒരു ഗന്ധമുണ്ട്, മന്ത്രിയുടെ ഗന്ധം. രമ്യ ഹരിദാസിന്റെ വിജയത്തെ കുറിച്ച് പറഞ്ഞല്ലോ ചെറിയ 2011 ആ മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യമായാണ് അവിടെ ശാന്തമാകുന്നു. മാത്യു കുഴൽനാടൻ വിജയിച്ചു. മൂവാറ്റുപുഴ ഇനി ശാന്തമാകുന്നു. 42,829 വോട്ടുകൾക്ക് മാത്യു കുഴൽനാടൻ വിജയിച്ചു. പെരുമ്പാവൂരിലെ മനോജ് മുത്തേടൻ 26,434 വോട്ടുകൾക്ക് വിജയിച്ചു കഴിഞ്ഞു. തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചു. 50,211 വോട്ടിന്റെ ഭൂരിപക്ഷം. അവിടെ കിടന്നാണ് ഈ അഖിൽ മാരാർ എവിടെയെന്ന് ചോദിച്ചിട്ട് പ്രേക്ഷകർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാർ മത്സരിച്ച തൃക്കാക്കര മണ്ഡലത്തിൽ ഉമാ തോമസ് UDF സ്ഥാനാർത്ഥി 50,211 വിജയിച്ചു. ഉദുമയിൽ വിജയം ഉറപ്പിക്കുന്നു UDF സ്ഥാനാർത്ഥി കെ നീലകണ്ഠൻ. മന്ത്രി കെ രാജൻ വിജയിച്ചു. ഒല്ലൂരിൽ 8,891. റവന്യൂ വകുപ്പ് അതെ, മന്ത്രി കെ രാജൻ വിജയിച്ചു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ രാജന്റെ അളിയനാണ് അവിടെ മത്സരിച്ചത്. അഡ്വക്കേറ്റ് അരുൺ തോറ്റു. അഡ്വക്കേറ്റ് അരുൺ തോറ്റു എന്നുള്ളത് ഒരിക്കൽ കൂടി പറയും. വൈപ്പിനിൽ അട്ടിമറി ജയം നേടുന്നു UDF. മണ്ഡല രൂപീകരണത്തിന് ശേഷം ആദ്യമായി വൈപ്പിനിൽ UDF ജയിക്കുന്നു. ടോണി ചമ്മണി 15,648 വോട്ടുകൾക്കാണ് ജയിക്കുന്നത്. ഇനിയിപ്പോൾ കൂത്തുപറമ്പാണ്. ഫോട്ടോ ഫിനിഷിലേക്ക് വീണ്ടും പോകുകയാണ്. എല്ലാ കൂത്തുപറമ്പിലേക്ക് അസിത ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ 101 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. LDF 37 ഇടങ്ങളിൽ. ഒരുപക്ഷെ ഇപ്പൊ 36 കുറഞ്ഞിട്ടുണ്ട്. 36 കുറഞ്ഞു കഴിഞ്ഞു. 102 UDF 102ലേക്ക് വി ഡി സതീശന്റെ പ്രവചനത്തെ തെറ്റിച്ചുകൊണ്ട് തീർച്ചയായും 102 മണ്ഡലങ്ങളിൽ UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. LDF 36 മണ്ഡലങ്ങളിൽ വിജയിച്ചു. 15,060 വോട്ട്. അവിടെ പ്രതിഭ അടങ്ങി. പ്രതിഭ വിലാസമില്ലാതായി. പ്രതിഭയായിരുന്നു അവിടെ LDF സ്ഥാനാർത്ഥി. പ്രതിഭ സിറ്റിംഗ് MLA ആയിരുന്നു. നാട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നു. പ്രതിഭ ഇഷ്ടമായിരുന്നു. പക്ഷേ പോളിംഗ് ബൂത്തിൽ കയറിയപ്പോ ഇഷ്ടം കാണിച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഒരു പൊതുയോഗത്തിൽ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും എനിക്ക് ഈ മണ്ഡലം തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എം ലിജുവിന്റെ ആ കരച്ചിൽ ജനങ്ങൾ കളമശ്ശേരിയിൽ നമ്മുടെ വ്യവസായ മന്ത്രിയായ P രാജീവിന്റെ ലീഡ് പിന്നോട്ടാ. അതായത് അവിടുത്തെ അബ്ദുൽ ഗഫൂർ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 12,121 വോട്ടുകൾക്ക് മന്ത്രി P രാജീവ് പിന്നിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മന്ത്രിസഭയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച അട്ടിമറി. അവിടെ LDF സ്ഥാനാർത്ഥി വിജയിച്ച സ്ഥലം. അവിടെ മണ്ഡലത്തിലെ ആദ്യ UDF MLA ആയിട്ട് ടോണി ചമ്മണി വരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ മേയറായിരുന്ന ടോണി ചമ്മണി 15,648 വോട്ടുകൾക്ക് വിജയിച്ചു. എന്റെ ചമ്മണി നിങ്ങൾ ചരിത്രം എഴുതി. അട്ടിമറി നടന്നു. TJ വിനോദ് എറണാകുളം നിലനിർത്തുന്നുണ്ട്. 36,163 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഈ UDF-ന്റെ സ്ഥാനാർത്ഥികൾ പല ആളുകളുടെയും ഭൂരിപക്ഷം മികച്ചതാണ്. ഇപ്പൊ വേറൊരു കാര്യം, UDF-ന്റെ 103 സീറ്റുകളിൽ UDF ലീഡ് 103 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. 103 സീറ്റ്. ചാനൽ മാറ്റും. ശബ്ദമൊക്കെ ഇത്ര ഉച്ചത്തിൽ പറഞ്ഞു. നല്ല ശബ്ദമായിട്ടോ നാട്ടിൽ ഒരുപാട് കേൾക്കത്തില്ല. അപ്പോൾ UDF 103 സീറ്റിലേക്ക് എത്തുമ്പോൾ LDF 35 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. മാത്രമല്ല LDF 35 നിയമസഭയിൽ ചെറിയൊരു നമ്പറേ കാണും. പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് പോലും ഇനി എങ്ങനെയാകും എന്നുള്ള സംശയമുണ്ട്. അത്ര ചെറിയ നമ്പറിലേക്കാണ് ചുരുങ്ങുന്നത്. മാത്രമല്ല ഇനി എങ്ങാനും പ്രതിപക്ഷത്താണെങ്കിൽ പോലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ച പല MLA-മാരും അല്ലെങ്കിൽ പല ആളുകളും പരാജയപ്പെടുന്ന സാഹചര്യം. ഇതൊരു കൊടുങ്കാറ്റായിരുന്നു. വൻമരങ്ങൾ കടപുഴകി. അത് കളമശ്ശേരി ആയാലും
എനിക്ക് തോന്നുന്നത് തൃക്കാക്കരയായാലും കാര്യം പരാജയപ്പെടുന്ന എങ്ങനെയാണ് എസ്കേനത്തിൽ വലിയ കൊടുങ്കാറ്റായിരുന്നു എസ്കേൻ പറഞ്ഞതുപോലെ. അപ്പോൾ ആ വൻ കൊടുങ്കാറ്റിൽ വൻ മരങ്ങൾ പോലും കടപുഴകി പോകുന്നു എസ്കേൻ. അതാണ് ഇവിടെ സംഭവിച്ചത്. പ്രേക്ഷകരുടെ ഒരു ദയാവായ്പ നമുക്ക് വേണം. അവര് ചോദിക്കാണ്, എസ് കെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ, എനർജി കുറച്ച് കുറയുന്നുണ്ടല്ലോ. ഇത് എത്ര മണിക്ക് കയറിയാന്നറിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? നിങ്ങൾ ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നില്ലേ? നമ്മൾ പോയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് ആഷ്മിക്ക് എന്തോ പറ്റിയത്, ആഷ്മിക്ക് എന്തെങ്കിലും പറ്റിക്കാണെന്ന് വിചാരിച്ച പറ്റിയിട്ടില്ല. ആഷ്മി തൊട്ടപ്പുറത്തുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.